വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിനന്ദനായ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത, അതുപോലെ ഈ സംരംഭം തന്നെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത വന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ, പ്രിയങ്കനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർ, നമ്മുടെ അധ്യക്ഷം വഹിക്കുന്ന കുറുക്കോളി മൊയ്തീൻ സാഹിബ്, നമ്മുടെ പ്രിയങ്കനായ കളക്ടർ ശ്രീ വി ആർ വിനോദ്, DMO ഡോക്ടർ രേണുക, നമ്മുടെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജില്ലാതല ഉദ്യോഗസ്ഥൻ സമീർ മച്ചിങ്ങൽ, ഡോക്ടർ KP വഹീദ, ഡോക്ടർ ഇദ്രീസ്, PA കബീർ, AP സബാഹ്, ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഞാനിതിൽ വന്നത് ഒരു ഉദ്ഘാടനത്തിൻ്റെ അത് നിർവഹിക്കാൻ എന്നുള്ള നിലയിലല്ല. ഞാനിവരെ കൂടെ നടക്കുന്ന ഒരാളാണ്. ഞാൻ ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിൽ വളരെ ആകൃഷ്ടനാണ്. ഒരുപാട് ഞാൻ ഇവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അസ്ലം തൊട്ട് ഇവരെ എല്ലാവരെയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. അതിലൊക്കെ ഇവർ ചെയ്യുന്ന സേവനങ്ങളെ ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പട്ടിക വായിക്കാൻ വിചാരിച്ചാൽ അത് നടക്കില്ല. അത്രയ്ക്ക് സമയം പേര് പറയാൻ തന്നെ വേണം. അല്ലാഹു തആല മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സംഗതി കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാട് നീക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ പലരും പറഞ്ഞു, എല്ലാവരും മരിച്ചു പോകുന്നവരാണ്. മരിച്ചു പോയാൽ മരിക്കുന്നതോടുകൂടി എല്ലാം അങ്ങ് അവസാനിക്കുന്നു. എന്ത് സ്വത്തോ സൗകര്യങ്ങളോ. പണ്ഡിതന്മാർ പറയുന്നത് മരിച്ചെടുത്ത് വെളിക്ക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അനന്തരാവകാശികളുടെ സമ്മതം വേണമെന്നാണ്. പക്ഷേ മരിച്ചാൽ ഫാമിലിയിലെ ആളുകൾ മടങ്ങിപ്പോരും, സ്നേഹിതന്മാർ മടങ്ങിപ്പോകും, നാട്ടുകാർ മടങ്ങിപ്പോകും. മടങ്ങിപ്പോവാതെ നമ്മുടെ കൂടെ പിരിയാതെ നിൽക്കുന്നത് ഈ സംഗതികളാണ്. ആ സംഗതിക്ക് വേറെ ഇതില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇവരുടെ ഓരോരോ പ്രവർത്തനങ്ങൾ. അതിലേക്കൊന്നും പറയാൻ സമയമില്ല. കോഴിക്കോട്, തിരുവനന്തപുരം, അതുപോലെ തന്നെ MBR ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ മലപ്പുറം ജില്ലയിലൊക്കെ ധാരാളമായിട്ട് ഡയാലിസിസ് സെൻ്ററുകളും മറ്റും വന്നിട്ടുണ്ട്. എല്ലാറ്റിലും ഇവരെ കയ്യുണ്ട്. അതവർ പബ്ലിസിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നില്ല, പറയാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രസ്റ്റ് എന്ന് തന്നെ പറയുന്നത്. ഓരോ വ്യക്തിയും എനിക്ക് മാർഗ്ഗരേഖ കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിലിപ്പോൾ ക്യാൻസർ രോഗികൾ നോക്കുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ ചൂലൂരിലും. അവിടെ ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ല. അതിൽ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഓരോ വീട്ടിൽ പോകാറുണ്ടായിരുന്നു അരി സ്പോൺസർ ചെയ്യിക്കാൻ വേണ്ടി വെച്ച ആൾക്കാരത്ത്. അങ്ങനെ അതിന് മാർഗ്ഗം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഗൾഫിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, നാളെ തന്നെ ഞങ്ങളത് ചെയ്തോളാം. അതിപ്പോൾ കൊല്ലങ്ങൾ ഒരു 10-15 കൊല്ലമായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഘട്ടത്തിൽ അവിടെ ഭക്ഷണത്തിനൊക്കെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരോട് പോയി പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് പ്രയോറിറ്റിയിലേക്ക് പോകാം, ഇതിൽ നിങ്ങൾക്ക് ചെയ്തത് അത്രയും ബുദ്ധിമുട്ടല്ല എന്നുള്ളതിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആളുകൾ എന്നോട് പറഞ്ഞു, അത് ഞങ്ങളുടെ നിയ്യത്താണ്, ഞങ്ങൾ ഹയാത്തുള്ള കാലത്തോളം അത് ചെയ്യും എന്നവർ പറഞ്ഞു. അങ്ങനെ സൂര്യലാവട്ടെ, ക്യാൻസർ രോഗികളെ നോക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ ഇരിക്കട്ടെ, വടക്കേ ഇന്ത്യയിൽ ഇവരെ കൂടെ പോയിട്ട് കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ പോയിട്ട് അവിടുത്തെ കഷ്ടപ്പാടിൽ പങ്കുചേർന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പണ്ട് ഉണ്ടായിരുന്നില്ല. പണ്ട് അവിടുത്തെ ദാരിദ്ര്യത്തെപ്പറ്റി അറിയുമായിരുന്നില്ല. ഇവരെല്ലാം പോയി അവിടെ ചെയ്ത വർക്കിൻ്റെ അത് ഇവിടെ കുഞ്ഞാൽ സാഹിബ് പറഞ്ഞ പോലെ പടച്ചവന് മാത്രമേ പ്രതിഫലം നൽകാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതി ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും അധികം ചെയ്യേണ്ടത് ഭിന്നശേഷിക്കാരുടെ കാര്യമാണ്. പണ്ട് ഇതിനെ പറയാറുണ്ടായിരുന്നു വികലാംഗർ. അത് പാടില്ല, നിയമപരമായി തെറ്റാണെന്ന് തീരുമാനിച്ചിട്ട് അന്ന് കൊടുത്ത പേരാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ്. ശരിക്കും അത് എത്രയോ കാലം മുമ്പേ വിളിക്കേണ്ടത് നമുക്കറിയില്ലാത്തത് കൊണ്ടാണ്. കാരണം പടച്ചവൻ അവർക്ക് ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളെ മനസ്സിലാക്കി ഇപ്പോൾ കുഞ്ഞാൽ സാഹിബ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതെന്ന് പറയുന്നത്
അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ്. പുതിയ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ഈ സാധുക്കൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്താ മാർഗം? അതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗ്ഗങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കഴിവെന്ന് പറഞ്ഞാൽ പുളിക്കലൊരു സ്ഥാപനമുണ്ട്. അത് ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്നൊരു സ്ഥാപനമാണ്. കഴിഞ്ഞ പെരുന്നാൾക്ക് ഞാനവിടെ വൈകുന്നേരം വന്നപ്പോൾ അവിടുത്തെ ഞാൻ എൻ്റെ ഭാരവാഹി കൂടിയാണ്. വന്ന കുട്ടികൾ വലിയ ആവേശത്തിലാണ്. ഡ്രസ്സ് മാറ്റുന്നു, അങ്ങോട്ട് ഓടുന്നു. അപ്പോൾ എന്താ സംഗതി? കടൽ കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ ഇരുന്ന് കുറച്ച് ആലോചിച്ചു, ഈ കുട്ടികൾ എങ്ങനെ കടൽ കാണുക? കണ്ണില്ലാത്ത കുട്ടികൾ എങ്ങനെ കടൽ ആസ്വദിക്കുക? അവർ പോയി മടങ്ങി വന്നപ്പോൾ അവർ പൂർവാധികം സന്തോഷത്തോടു കൂടിയായിരുന്നു. പഠിച്ചവൻ അവരുടെ ഹൃദയത്തിൽ, മനസ്സിൽ കടൽ എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാകും. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഇവിടെ ന്യൂറോ റിലേറ്റഡായിട്ടുള്ള സംഗതികളെ പറ്റി പറഞ്ഞു. ഒരുപാട് സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിച്ചു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്കത് മതിയാവും. ഒറ്റ ഉദാഹരണം ഇവിടെ ഉണ്ട്. സ്പീച്ച് തെറാപ്പിൻ്റെ ഞാൻ ഓഫീസറുമായിട്ട് സംസാരിക്കുകയായിരുന്നു. കുട്ടി സംസാരിക്കാൻ കഴിയില്ല, കേൾക്കില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ആ കുട്ടി പറയുന്നതാണ് ഉമ്മക്ക് ബാപ്പക്ക് മനസ്സിലാവില്ല. സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവിടെ തീരെ വികാസം പ്രാപിച്ചിട്ടില്ലാത്തൊരു ശാഖയാണ്. ആദ്യം അമ്മയും ബാപ്പയും സൈൻ ലാംഗ്വേജ് പഠിച്ചാലേ മക്കൾ പറയുന്നത് മനസ്സിലാവുള്ളൂ. എനിക്ക് വിശക്കുന്നുണ്ട് അമ്മ, അല്ലെങ്കിൽ വേദനിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ആ മേഖലയിൽ പുതിയ ഒരുപാട് സംഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മൈസൂരിലൊരു സ്ഥാപനമുണ്ട്. ഇങ്ങനെ വന്ന കുട്ടികളെ ഇവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ഉമ്മയും ബാപ്പയും പോയിട്ട് മൈസൂർ താമസിക്കുകയാണ്. അവരുടെ ജീവിതം അവിടെയാണ്. കാരണം അവിടെ കുട്ടിയെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സംഗതികളിലേക്ക് പുതുതായിട്ട് കയറുകയാണ്. അതൊക്കെ തന്നെ നമുക്ക് വലിയൊരു സംഗതിയാണ്. അതോടെ കൂടി നമ്മളെല്ലാവരും മനസ്സിൽ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, എന്നാലാവുന്നത് ഞാൻ ഈ സാധുക്കൾക്ക് വേണ്ടി ചെയ്യണമെന്നാണ്. ഒന്നും ചെയ്യാൻ സാമ്പത്തികം മാത്രമല്ല, ദുആ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു, സംസാരിക്കാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ അമ്മക്കോ വാപ്പക്കോ ഉണ്ടാകുന്ന സന്തോഷവും ദൈവസ്തുതിയും അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയാവും നമ്മൾ രക്ഷപ്പെട്ടു പോകാൻ. അതൊരു തിരിച്ചറിവാണ് ഇതിൻ്റെ സംഘാടകർക്കുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാം ചെയ്യാനുണ്ട്. ഓരോരുത്തർക്കും എന്താവാം, ഒരു പ്രസ്ഥാനമാകാം. ഇവരുടെ കൂടെയുള്ള പ്രവർത്തനത്തിലാകട്ടെ ആരുടെയും പ്രത്യേകമായി സാമ്പത്തിക സഹായം പോലും സ്വീകരിക്കാതെ ഇവർ ഓടി നടക്കുന്നത്. നമുക്ക് എല്ലാം കഴിയും. ഒന്നിനും കഴിയാത്ത ഒരാൾക്ക് പോലും, ഒരു അന്ധൻ റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ കൈ പിടിച്ചിട്ട് അതിനെ അപ്പുറത്താക്കുന്നത് പോലും വലിയ സൽക്കർമ്മമാണ്. വലിയ സംഭാവന കൊടുക്കുന്നതിനേക്കാൾ പവിത്രമായൊരു ജോലിയാണ്. ആ ജോലിയാണ് ഇതിൻ്റെ സംഘാടകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓരോരുത്തരും അതിന് വേണ്ടി, അത് മാത്രമല്ല ഇവിടെ പറഞ്ഞത് ശരിയാണ്. അസമിൻ്റെ മകനാണ് ഇവിടെ സംസാരിച്ചത്. ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയ തലമുറയിലായിരുന്നു അസ്ലം. അദ്ദേഹം എന്നുള്ള മറ്റാളുകൾ, ഞാൻ എന്തുകൊണ്ടാണ് അവർ ഓരോരുത്തരെയും പേരെടുത്ത് പറയാത്തതെന്ന് വിചാരിച്ചാൽ അത് അവർക്ക് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്തത്. സർവശക്തൻ നന്മയുടെ മാർഗത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് കരുത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ ചൈൽഡ് ഫിസിക്കൽ തെറാപ്പി സെൻ്ററിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യ മലപ്പുറം ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് സാർ IAS അവറുകളെ